അമേരിക്കൻ സൈനിക വിമാനം ഖത്തറിൻ്റെ ആകാശത്ത് വെച്ച് അപ്രത്യക്ഷമായി. അമേരിക്കയും ലോകത്തെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ ഖത്തർ ആകാശത്ത് വെച്ച് നടന്നത് എന്നത് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകാടിസ്ഥാനത്തിലുള്ള വലിയ അന്വേഷണ ഏജൻസി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിക്കുകയും മേഖലയിൽ വലിയ തരത്തിലുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സൈനിക വിമാനം ഖത്തറിൻ്റെ മുകളിൽ വെച്ച് കാണാതായി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ് വരുന്നത്: ഖത്തർ ഓർമുസ് മേഖലയ്ക്ക് മുകളിലാണ് കാണാതായത് എന്ന ഒരു തിരുത്ത് കൂടി അതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഓർമുസ് മേഖല യുദ്ധമേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ് എന്നതിനാൽ ഇറാൻ്റെ ആക്രമണം കൊണ്ടാണ് എന്തെങ്കിലും സംഭവിച്ചിരിക്കാൻ സാധ്യത എന്നാണ് വിലയിരുത്തുന്നത്. KC-135 ബോയിങ് പടുകൂറ്റൻ ഇന്ധനം നിറക്കുന്ന സൈനിക ടാങ്കർ വിമാനം ഇതാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. ഇത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വിമാനത്തെ കാണാതാകുന്ന രീതിയിലുള്ള വിഷയം പുറത്തു വരുന്നത്. ദഫറ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന ശേഷം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതിന് മറ്റൊരു അപകടവുമായിട്ട് താരതമ്യം ചെയ്ത റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. അഥവാ അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി യാത്ര ചെയ്ത ഹെലികോപ്റ്റർ വളരെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായിരുന്നു. 3 ഹെലികോപ്റ്ററിൽ 2 ഹെലികോപ്റ്റർ ഇറാൻ ലാൻഡ് ചെയ്യുകയും എന്നാൽ ഒരു ഹെലികോപ്റ്ററെ കാണാതാവുകയും ചെയ്തു. പിന്നീട് അത് അപകടത്തിൽ പ്രകൃതിക്ഷോഭവുമായിട്ടോ ബന്ധപ്പെട്ടോ മറ്റോ അപകടത്തിൽ തകർന്നു വീഴുകയായിരുന്നു. അതിലുള്ള എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു ഉണ്ടായത്. സമാനമായിരിക്കുന്ന സാഹചര്യമാണോ ഇതിന് വന്നത്, അതായത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമാണോ വന്നത് എന്നത് സംശയിക്കുന്നതിനിടയിൽ ഈ വിമാനത്തിൽ നിന്ന് ഒരു ഡിസ്ട്രസ് കോഡ് വന്നതുമായി ബന്ധപ്പെട്ട് ഇത് വലിയ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. ഏറെക്കുറെ തൂക്കം തോന്നുന്നത് ഇറാനിലേക്ക് തന്നെയാണ് എന്ന് പറയുന്നു. പേർഷ്യൻ ഗൾഫിൽ പറക്കുന്നതിനിടെ 7700 എന്ന ഡിസ്ട്രസ് കോഡ് അയച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറോ അടിയന്തര ലാൻഡിങ്ങോ സിസ്റ്റം പ്രശ്നമോ മറ്റോ ഉണ്ടാവുന്ന സമയത്താണ് അന്താരാഷ്ട്ര എമർജൻസി കോഡായിരിക്കുന്ന 7700 എന്ന് പറയുന്ന നമ്പർ സാധാരണ അയക്കാറുള്ളത്. അത് അയച്ച് വല്ലാതൊന്നും കഴിയുന്നതിന് മുൻപ് തന്നെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. തകർന്നു വീണു എന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ നടന്നു എന്നോ യാതൊരു സ്ഥിരീകരണവും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഞെട്ടലാണ്. ഇത്തരമൊരു സംഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് യുദ്ധമുഖത്തുള്ള സൈനികർക്ക് വല്ലാത്ത രീതിയിൽ ആകാംക്ഷയുണ്ടാവും, വല്ലാത്ത രീതിയിൽ ഭയപ്പാടും ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞത്, ഇറാൻ മുമ്പ് പറഞ്ഞു വെച്ച വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തെ മറ്റുള്ള കപ്പലുകളെയും വിമാനത്തെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ വലിയ തയ്യാറെടുപ്പ് നടത്തുകയും ആ കാര്യത്തിൽ വലിയ ശ്രദ്ധ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ വിമാനങ്ങളെയും കപ്പലിനെയും ആരാണ് സംരക്ഷിക്കുക എന്ന് നിങ്ങൾ ആലോചിക്കാത്തത് എന്താണ് എന്ന് ഇറാൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് ആ കാര്യങ്ങൾ ചോദിച്ചത്. അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അത് ഓർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോൾ വിമാനം കാണാതായതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. $100 മില്യൺ എങ്കിലും വില വരുന്ന പടുകൂറ്റൻ ഈ ഫൈറ്റർ ജെറ്റ് വിമാനമാണ്, ഇന്ധനം നിറക്കുന്ന വിമാനമാണ് അപ്രത്യക്ഷമായത്. F-15, F-16, F-35 പോലെയുള്ള യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കുക എന്നുള്ളതാണ് ഈ ഫൈറ്റർ ജെറ്റ് വിമാനത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. പൈലറ്റ്, കോ പൈലറ്റ്, ബൂം ഓപ്പറേറ്റർ എന്ന 3 പേരും സഹായികളായ മറ്റ് 3 പേരും ഏറെക്കുറെ 6 പേരുണ്ട് എന്നാണ് സംശയിക്കുന്നത്. പക്ഷേ കൃത്യമായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടില്ല. സമാനമായിരിക്കുന്ന ഒരു അപകടവും ഒരു മരണവും, അതായത് ഒരു ദുരന്തം ഇതിന് മുൻപ് നടന്നിട്ടുണ്ട്. അത് മുൻപ് നടന്നത് ഇറാഖിലാണ്. 2026, അതായത് ഈ വർഷം തന്നെ മാർച്ച് മാസം 12-ാം തീയതി KC-135 എന്ന് പറയുന്ന ഒരു ഫൈറ്റർ ജെറ്റ് വിമാനം തകർന്നു വീണ് 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ചെതറിക്കിടക്കുന്ന വിമാനത്തിൻ്റെ കഷ്ണങ്ങൾ അടക്കമുള്ള സംഭവങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ ഒന്നുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഞെട്ടിച്ചിരിക്കുകയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഇറാനുമായി തൊട്ടതിന് ശേഷം നാശവും നഷ്ടവും മാത്രമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനുള്ളത്.
അയൺ ഡോം പരീക്ഷണം പോലും വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചില്ല. ഇപ്പോൾ ഈ UAE-യുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വിവാദത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ പോയിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 12 തവണയെങ്കിലും അല്ലെ 12-ലധികം തവണ ഫുജൈറ അടക്കമുള്ള തുറമുഖത്തെയും UAE-യും ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ എന്ന് പറഞ്ഞിട്ട് വലിയ വിഷയം നടക്കുന്നതിനിടയിൽ ഇപ്പോൾ ഇറാൻ്റെ ഒരു തിരുത്ത് വന്നിരിക്കുന്നു, ഫുജൈറ തങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്ന്. അങ്ങനെയെങ്കിൽ പിന്നെ ആരാണ് ആക്രമിച്ചത് എന്നൊരു വിഷയം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ അതിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇങ്ങനെയാണ്. ഇസ്രായേൽ ഇപ്പോൾ UAE-യിൽ സ്ഥാപിച്ചിരിക്കുന്ന അയൺ ബീം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനങ്ങൾ, ഈ പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെയാണോ ഈ ആക്രമണം നടത്തിയത് എന്ന തരത്തിലുള്ള സംശയം ഇപ്പോൾ ഉയർന്നു വരികയാണ്. അതൊക്കെ ഇപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു സംശയത്തിൻ്റെ രീതിയിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്കാണ് പ്രചരിച്ചതെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് മാറി ഔദ്യോഗിക തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാര്യം അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പലതരത്തിലുള്ള ആക്രമണം 1000-ലധികം മിസൈലിൻ്റെയും ഡ്രോണിൻ്റെയും ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ സൗദി അറേബ്യയിലെ അറാംകോ കേന്ദ്രമായിട്ട് 2 തവണ ആക്രമണം നടത്തിയ സമയത്തും ഇറാൻ അത് നിഷേധിക്കുകയും തങ്ങൾ അറാംകോയെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ ആരാണ് ആക്രമണം നടത്തിയത് എന്നതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള പഠനം നടത്തേണ്ടി വന്നു. അപ്പോൾ പിന്നെ അത് അമേരിക്ക തന്നെയാണോ, അതല്ല ഇസ്രായേലാണോ, ഇസ്രായേലും അമേരിക്ക അല്ലാതെ വേറെ ആരെങ്കിലും ആണോ, അറേബ്യൻ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അറേബ്യൻ രാജ്യങ്ങൾ ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മറ്റേതെങ്കിലും കക്ഷികൾ ചെയ്തതാണോ എന്ന തരത്തിലൊക്കെ വലിയ സംശയ കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ വന്നിരുന്നു. പിന്നെ അതേക്കുറിച്ച് വലിയ റിപ്പോർട്ടുകളും പിന്നെ പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ യുദ്ധത്തിനിടയിൽ തന്നെ ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പരസ്പര ശത്രുത വളർത്താൻ വേണ്ടിയിട്ടും ബ്രിട്ടീഷുകാർ ചെയ്ത മുറകൾ പരീക്ഷിക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ തരത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചു, പ്രത്യേകിച്ച് ഹോർമസ് മേഖല കേന്ദ്രീകരിച്ചുള്ള യുദ്ധം തങ്ങൾ അവസാനിപ്പിച്ചു എന്ന് അമേരിക്ക പറഞ്ഞു. അമേരിക്ക അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞതിനോടനുബന്ധിച്ച് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആക്രമണം അവിടെ നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കപ്പലിനെ അതിർത്തി കടത്തി അറേബ്യൻ കടലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഈ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം. ആ സമയത്ത് തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, മറ്റ് രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളത് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ കപ്പലിനെ ആര് സഹായിക്കും എന്നുള്ളതാണ്. നിരന്തരം എന്ന തരത്തിൽ അമേരിക്കയുടെ കപ്പലിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഈ ഇറാൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. വലിയ നാശങ്ങളും നഷ്ടങ്ങളും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് ചിലത് മാത്രമാണ് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്, അതും അപൂർവമായിട്ട് പലതും റിപ്പോർട്ടായിട്ട് പുറത്ത് വരുന്നില്ല. അതിൻ്റെ അർത്ഥം യുദ്ധം നടക്കില്ലെന്നോ ആക്രമണം നടക്കുന്നില്ല എന്നോ അല്ല. ആക്രമണവും യുദ്ധവും കണിശമായി തന്നെ കൃത്യമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അഭിമാനം സമ്മതിക്കാത്തത് കൊണ്ട് ആ കാര്യം പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. ഈ സൈനിക വിമാനം ഖത്തറിൻ്റെ ആകാശത്ത് വെച്ച് ഖത്തറിൻ്റെയും ഹോർമസ് കടലിൻ്റെയും മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആകാശത്ത് നിരീക്ഷണ പറക്കലിനിടെയോ അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട F-50, F-60 പോലെയുള്ള യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നതിനിടയിലോ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്തുന്നു. ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞ ഇറാൻ്റെ പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് അത് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക വിസമ്മതിച്ചപ്പോൾ തുർക്കിയാണ് ദൗത്യം ഏറ്റെടുത്തത്. തുർക്കിയുടെ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും പിന്നീട് അവരുടെ ഈ പ്രത്യേകമായിരിക്കുന്ന അന്വേഷണ വിഭാഗത്തിൻ്റെയും മേൽനോട്ടത്തിൽ നടത്തിയ പരിശോധനയിലോ അന്വേഷണത്തിലോ മറ്റോ ആണ്. അത് ഡ്രോൺ സംവിധാനങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് തകർന്ന ഹെലികോപ്റ്ററിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ കണ്ടെത്താനും മരണപ്പെട്ട ഇബ്രാഹിം റയീസിയുടെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററിൽ നിന്ന് അല്പം അകലെയായിട്ട് മാറി നിന്നത് മനസ്സിലാക്കാനും വേണ്ടി സാധിച്ചത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ്. ഏതായിരുന്നാലും അമേരിക്കക്ക് നല്ലൊരു സമയമല്ല. ഈ യുദ്ധത്തിൽ ജയിച്ച് കയറുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധ്യമല്ല എന്ന് ഏറെക്കുറെ അമേരിക്ക തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.